എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സും ഏത്തപ്പഴവും മുട്ടയും കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കിടിലൻ സ്നാക്ക് തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറക്കണം. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തൊന്ന് വറക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഈ ഏത്തപ്പഴം ശരിക്കൊന്ന് വേകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 നുള്ളു ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണിത് അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരം ഒട്ടും തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാം കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. പാല് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോഴൊരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാ നോക്കി, ഇത് നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റവ് കത്തിച്ച് ഇതുപോലെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പം നല്ലതായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ഇതുപോലെ ഒരു പ്ലേറ്റ് കമഴ്ത്തിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. വീണ്ടും നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതേ രീതിയിൽ നമ്മുടെ ഈ സ്നാക്ക് ഇട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്ന് വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേ രീതിയിൽ പ്ലേറ്റ് വീണ്ടും ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പാനിൽ നിന്ന് ഈസി ആയിട്ട് ഇളകി വരും. ഇതാ നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണിത്. കേക്കൊക്കെ കഴിക്കുന്ന പോലൊരു ടേസ്റ്റാണ് ഇതിനും കേട്ടോ. അതാ നോക്കി, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റാണെന്ന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.